കോഴിക്കോട് മുട്ടോളിയിൽ നിർമ്മാണം നടക്കുന്ന ഭൂഗർഭ ജലസംഭരണിയിൽ ഇറങ്ങിയ തൊഴിലാളി ശ്വാസം മുട്ടി മരിച്ചു. പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് ഇടയിൽ അപകടത്തിൽപ്പെട്ടയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സ് എത്തിയാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. ദാരുണമായ ഒരു അപകടമാണ്. നിർമ്മാണ തൊഴിലാളിയായ പാലത്ത് സ്വദേശി സിറാജാണ് മരിച്ചത്. അതായത് ഇവിടെ ഒരു പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നു വരുന്നു. അതിൻ്റെ മുറ്റത്ത് അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്കിൻ്റെ പണിയും പുരോഗമിച്ചു വരികയായിരുന്നു. അതായത് മഴവെള്ളം സംഭരിക്കുന്നതിനടക്കമായി ഒരു വാട്ടർ ടാങ്ക് എന്നാണ് ഈ ഉടമ ഉദ്ദേശിച്ചിരുന്നതെന്നാണ് പഞ്ചായത്ത് അധികൃതരിൽ നിന്ന് മനസ്സിലാവുകയും ചെയ്യുന്നത്. അതിലേക്കുള്ള ചെറിയൊരു അകത്തേക്ക് കിടക്കാൻ ചെറിയൊരു ഹോൾ, ഒരാൾക്ക് കഷ്ടിച്ച് മാത്രം കിടക്കാൻ കഴിയുന്നതാണ്. അതിലൂടെ സിറാജ് അകത്ത് കടന്ന് ഈ കോൺക്രീറ്റ് നടത്തിയ മരം, അതായത് പലക പൊളിക്കുന്നതിന് വേണ്ടിയാണ് അകത്തേക്ക് ഇറങ്ങിയത്. പിന്നീട് ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് തൊട്ടടുത്ത കൊറിയർ സർവീസിലെ ജീവനക്കാരനായ സുനിൽ വിശ്വനാഥൻ ഇറങ്ങുന്നത്. സുനിൽ വിശ്വനാഥനെ ഏതായാലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാർ വിവരമറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളിമാടുകുന്നിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയെത്തിയാണ് ഇതിനകത്തൂടെ തന്നെ കയറി ഇരുവരെയും പുറത്തെടുക്കുകയും ചെയ്തിട്ടുള്ളത്. സിറാജ് എന്ന് പറയുന്ന നേരത്തെ ആദ്യം ഇറങ്ങിയ ആൾ മാത്രമാണ് ഈ ഇതിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. തൊട്ടടുത്ത സ്ഥാപനത്തിലുള്ള ആളാണ് സുനിൽ വിശ്വനാഥൻ എന്ന് പറയുന്ന ആൾ. ശ്വാസതടസ്സം അനുഭവപ്പെട്ട് ഇതിനകത്ത് അകപ്പെട്ട് കണ്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഇറങ്ങുന്നത്. അപ്പം പോയി നോക്കുമ്പോൾ ഒരാൾ വെള്ളത്തിലുണ്ട്. അപ്പോൾ വിശേഷനായി കണ്ടിട്ട് മൂപ്പരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏണി വെച്ചിട്ട് താഴോട്ട് ഇറങ്ങിയതാണ്. നാട്ടുകാരും സഹായത്തിനുണ്ടായിരുന്നു. വിശേഷനായി ഇറങ്ങി ആളെ കയ്യിൽ ഹുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഈ വിശേഷൻ്റെ ബോധം പോയിട്ട് തല കുത്തിയിട്ടാണ് ഇങ്ങനെ ചരിഞ്ഞ് അതേപടി നേരെ വെള്ളത്തിലേക്ക് വീഴുകയുണ്ടായത്. അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് ഒരാൾ കുഴിയിൽ ഈ നമ്മളെ ടാങ്കിൽ വീണ് കിടക്കുക. ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. ഈ മഴ പെയ്ത വെള്ളം അതിനകത്തുണ്ടാവും. അപ്പോൾ അയാൾ ഓൾറെഡി അതിനകത്ത് വീണ് കിടക്കുക. പക്ഷേ അയാളെ രക്ഷിക്കാൻ ആർക്കും പറ്റുന്നില്ല. കുറച്ച് സമയമായിട്ടുണ്ട് അതിൽ വീണ് കിടക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ഒരു കോണി വെച്ച് കണ്ട് വിഷ്ണുവിലേക്ക് ഇറങ്ങിയതാണ്. ഇറങ്ങിയ ആളെ എടുത്ത് പൊക്കിയിട്ടുണ്ട്. പൊക്കിയ സമയത്ത് വിഷ്ണുവിലേക്ക് മറിഞ്ഞു വീഴാം. ഭാഗ്യത്തിന് എന്താണെന്ന് വെച്ചാൽ മറ്റേ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫയർ സർവീസിനെ ഓൾറെഡി അറിയിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് വീഴുന്ന ആ സമയത്ത് തന്നെയാണ് ഫയർ സർവീസും അവിടെ എത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആളെ എടുത്തുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് മഴവെള്ള സംഭരണി വേണം എന്നിപ്പോഴത്തെ പുതിയ പ്ലാനിൻ്റെ നിർബന്ധമാണ്. അത് മുമ്പ് മുകളിലേനി ഇപ്പോൾ അത് താഴോട്ടാക്കി. അപ്പോൾ അത് ഇങ്ങനെ സംഭരണി ഇങ്ങനെ ഇതടിച്ചുണ്ടാക്കും എന്നുള്ളത് അതിൻ്റെ രീതി എന്താണെന്നുള്ളത് പരിശോധിക്കും ഞങ്ങൾ. അങ്ങനെ ഇനി അതിൻ്റെ മുകളിൽ ഇതൊരു പുതിയ നമുക്ക് ഒരിക്കലും വരാൻ പറ്റാത്തൊരു സംഗതിയാണല്ലോ. അതിനെക്കുറിച്ച് എന്താണോ കാര്യങ്ങൾ ആലോചിച്ച് ഞങ്ങൾ വേണ്ട നടപടിയെടുക്കും. ഇത് അതിദാരുണമായ ഖേദകരമായ സംഭവമാണെന്ന് പഞ്ചായത്ത് ഈ നിർമ്മാണമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. 12 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുകയും ചെയ്യുന്നത്. പിന്നാലെ തന്നെയാണ് അഗ്നിരക്ഷാ സേനയെ വെള്ളിമാടുകുന്നിൽ നിന്നുള്ള സേനയെ വിവരം അറിയിക്കുന്നത്. അവരുടെ ആംബുലൻസിലാണ് സുനിൽ വിശ്വനാഥനെ ആശുപത്രിയിലേക്ക് മാറ്റുകയും